Now we move to the another important part of this module. That is module topic is that economic policies pursued between 1950s and 1980s. Economic policies pursued between 1950s and 1980s. 50 തുടങ്ങി 80 വരെയുള്ള 1950 തുടങ്ങി 1980 വരെയുള്ള സാമ്പത്തിക നയങ്ങളുടെ ഒരു പിന്തുടർച്ച. പേഴ്സ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പിന്തുടരുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ വിലയിരുത്തുന്നത്. ആദ്യം തന്നെ വാട്ട് ഈസ് മെന്റ് ബൈ പോളിസി. യു ആർ സോ ഫെമിലിയർ അബൌട്ട് ദ വേർഡ് പോളിസി. പോളിസി റെപ്രസെന്റ് ആസ് ദാറ്റ് ഇസ് വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് policies are taken by the government. That is, government is only the power to introduce policy here. വേറെ ഒരാൾക്കും പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആര് മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ? സർക്കാർ മാത്രമേ നയങ്ങളെ എടുക്കാറുള്ളൂ. പോളിസീസ് ആർ ഓൺലി അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെന്റ്. ഇനി 50 തുടങ്ങി 80 വരെയുള്ള ഏതൊക്കെ നയങ്ങളാണ് എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് ഇക്കണോമിക് പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ടു അച്ചീവ് ഹൈ റേറ്റ് ഓഫ് ഗ്രോത്ത്. ടു അച്ചീവ് ഹൈ റേറ്റ് ഓഫ് ഗ്രോത്ത്, അതായത് ഉയർന്ന സാമ്പത്തിക വളർച്ചാ നിരക്ക് കൂട്ടുക. അതായത് ഉയർന്ന സാമ്പത്തിക വളർച്ച കൊണ്ട് നമുക്കറിയാം സാമ്പത്തിക വളർച്ച കൂടുന്ന തന്നെയാണ്. ഒരു രാജ്യത്ത് ദേശീയ വരുമാനം കൂടുന്തോറും ആളോഹരി വരുമാനം കൂടുന്തോറും അവിടെ നമുക്കറിയാം നമ്മുടെ ആളോഹരി വരുമാനം കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ദ ഇൻകം ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഇൻകം കൂടുമ്പോൾ അവരുടെ എന്ത് കൂടുന്നു? സേവിങ് കൂടുന്നു. സേവിങ് കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു. ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ ക്യാപിറ്റൽ ഫോർമേഷൻ സാധ്യമാകുന്നു. ദസ് the country move the path of economic development or economic growth. So income is the important factor to determine economic growth of an economy. Economic growth depend upon the income. That is, higher the income, higher will be the capacity of an individual. In the same way, that is, increase the income, increase the capacity of saving, investment, capital formation. വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് സേവിങ് കൂടുന്നു, നിക്ഷേപം കൂടുന്നു, മൂലധന രൂപീകരണം സാധ്യമാകുന്നു. ഇതനുസരിച്ച് പുതിയ പുതിയ സ്ഥാപനങ്ങൾ, എന്റർപ്രൈസസ് സമ്പദ് വ്യവസ്ഥയിൽ വരുന്നു. പ്രൊഡക്ഷൻ കൂടാനായിട്ട് പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരുന്നു. അതനുസരിച്ച് സമ്പദ് വ്യവസ്ഥയുടെ വരുമാനം കൂടുന്നു, അവരുടെ ദേശീയ വരുമാനം വർദ്ധിക്കുന്നു. അങ്ങനെ ഇക്കണോമിക് ഗ്രോത്ത് കൈവരിക്കുക എന്നുള്ളതാണ് ഇക്കണോമിക് പോളിസിയുടെ ആദ്യ ലക്ഷ്യം. ദാറ്റ് ഇസ് ആദ്യ ലക്ഷ്യമായിട്ട് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഇസ് ഹൈ റേറ്റ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. രണ്ടാമത് പറയുന്നത് റിഡക്ഷൻ ഇൻ ഇൻഇക്വാളിറ്റി. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ദാറ്റ് ഇസ് ഇക്കണോമിക് പോളിസീസ് റെപ്രസെന്റ് ആസ് റിഡക്ഷൻ ഇൻ ഇൻഇക്വാളിറ്റി. ഇൻഇക്വാളിറ്റി കുറച്ചു കൊണ്ടുവരിക. വാട്ട് ഈസ് മെന്റ് ബൈ ഇൻഇക്വാളിറ്റി? ഇൻഇക്വാളിറ്റി റെപ്രസെന്റ് ആസ് unequal distribution of income and wealth. Unequal distribution of income and wealth. സമ്പത്തും വരുമാനവും തുല്യമല്ലാത്ത രീതിയിൽ വീതിച്ചു കൊടുക്കുക. Due to the unequal distribution of income and wealth, it create the gap between rich and the poor. നമ്മൾ ഇന്ന് കാണുന്ന, അതായത് ഇന്നത്തെ സമൂഹത്തിലെ സമ്പന്നനും ദരിദ്രനും ഉണ്ടാകാനുള്ള കാരണം എന്താ? കുറച്ചു പേരുടെ കയ്യിൽ ഉയർന്ന വരുമാനം ഉണ്ടായിരിക്കുക, കുറച്ചു പേരുടെ കയ്യിൽ കുറച്ച് വരുമാനം ഉണ്ടാകും. ഇങ്ങനെ സമ്പന്നനും അതുപോലെ തന്നെ ദരിദ്രനും എന്നുള്ള ഗ്യാപ്പ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താ? അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. തുല്യമല്ലാത്ത രീതിയിലുള്ള വരുമാനത്തിന്റെയും എസറ്റ്, അതായത് വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ കയ്യിലുള്ള എസറ്റ്, പ്രോപ്പർട്ടിയിലുള്ള ഡിസ്ക്രിപ്പൻസി. ഇത് റെഡ്യൂസ് ചെയ്യുക. റിഡക്ഷൻ ഇൻ ഇൻഇക്വാളിറ്റി, അസമത്വത്തെ കുറയ്ക്കുക. അസമത്വത്തെ എങ്ങനെ കുറയ്ക്കുക നമ്മൾ? അതായത് അവിടെയാണ് ആദ്യ ഇടപെടൽ വരുന്നത്. ഗവൺമെന്റ് ഇന്റർവെൻഷൻ. സർക്കാരാണ് ഇവിടെ ഇടപെടുക. എങ്ങനെ സർക്കാർ ഇടപെടുന്നത്? അതായത് വരുമാനമുള്ളവരിൽ നിന്നും ടാക്സിലൂടെ വാങ്ങിച്ചിട്ട് ഇല്ലാത്തവർക്ക് പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ കൂടെയോ അല്ലെങ്കിൽ മറ്റു വെൽഫെയർ പ്രോഗ്രാമുകളിൽ കൂടെയോ ഇല്ലാത്തവർക്ക് കൊടുക്കും. Then we move to the third point. Third point is that a strong public sector. നമ്മൾ സ്ട്രക്ചറൽ ചേഞ്ചസ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി പറഞ്ഞപ്പം പബ്ലിക് സെക്ടറിന്റെയും പ്രൈവറ്റ് സെക്ടറിന്റെയും എത്രമാത്രം വരുമാനമാണ് GDP കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു.
എന്നിട്ട് അതിൽ പബ്ലിക് സെക്ടറിൻ്റെ ആവശ്യകത എന്താണ് നമ്മൾ മനസ്സിലാക്കി. അതായത് അത് ഞാൻ പറഞ്ഞു പബ്ലിക് സെക്ടറാണ്, അതായത് ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കണമെങ്കിൽ അത് ആര് വരാറില്ല, സ്വകാര്യ വ്യക്തികൾ ഇടപെടാറില്ല, അത് ആര് തന്നെ കൊടുത്തിരിക്കണം, സർക്കാർ കൊടുത്തിരിക്കണം. അപ്പം ദാറ്റ്സ് പ്രൊവൈഡിങ് എസെൻഷ്യൽ കമോഡിറ്റീസ് ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് പബ്ലിക് സെക്ടർ. ഇനി മാത്രമല്ല ജനക്ഷേമ പ്രവർത്തനങ്ങൾ, അതായത് ക്ഷേമപരമായ പ്രവർത്തനങ്ങളെല്ലാം ആര് മാത്രമേ എടുക്കാറുള്ളൂ, സർക്കാർ എടുക്കാറ്. അതുകൊണ്ട് ബിക്കോസ് ഓഫ് ദ ഇൻട്രഡക്ഷൻ ഓഫ് ഇക്കണോമിക് പ്ലാനിങ് തുടങ്ങിയത് എന്താ, അതായത് 50-ലാണ് പ്ലാനിംഗ് കമ്മീഷൻ രൂപപ്പെടുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി വന്നത് 51 കൂടി. അപ്പം നമുക്കറിയാം ഈ കാലഘട്ടം 50 തുടങ്ങി 80 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷൻ വന്നതോടുകൂടി ജവഹർലാൽ നെഹ്റു ആണ് 1950 പ്ലാനിംഗ് കമ്മീഷൻ രൂപപ്പെടുത്തിയത്. അത് തുടങ്ങി 80 വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ വിലയിരുത്തുന്നത്. 80ന്റെ പ്രത്യേകത എപ്പോഴാ, അതായത് പ്രീ റിഫോം പീരീഡ് ആയിട്ട് നമുക്ക് ഇതിനെ പറയാം. 80ന്റെ 90 കൂടിയാണ് റിഫോം വരുന്നത്. 80ന്റെ മുൻപ് എന്ന് പറഞ്ഞാൽ പ്രീ റിഫോം പീരീഡ്. അപ്പോൾ 50 തുടങ്ങി 80 വരെയുള്ള കാലഘട്ടങ്ങളിൽ പലവിധ ഇക്കണോമിക് പ്ലാനിങ് നടപ്പാക്കിയിട്ടുണ്ട്. ഈ ഓരോ പ്ലാനിങ്ങിലും എന്തൊക്കെയാണ് സർക്കാരിൻ്റെ ഇടപെടലുകൾ, സർക്കാർ എന്തൊക്കെ നയങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അങ്ങനെ സർക്കാരിൻ്റെ വളർച്ച അല്ലെങ്കിൽ പങ്കു കൂട്ടുക എന്നുള്ളതാണ് മൂന്നാമത്തെ ലക്ഷ്യമായിട്ട് ഇക്കണോമിക് പോളിസിയിൽ നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഇസ് increase the role of public sector because the essential commodities are only supplied by the public sector. At the same time, the provision of economic and social welfare only through the intervention of the government. So here there is a need of increase the role of public sector. Then we come to the next point, that is self-reliance. Self-reliance എന്ന് പറഞ്ഞാൽ എന്താ, സ്വാശ്രയത്വം. അതായത് what is the meaning of self-reliance? Self-reliance represent as ability to do things, ability to do things and making decision by yourself and without needing the others to help you. 3 കമ്പോണന്റുകളാണ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളത്. സെൽഫ് റിലയൻസ് റെപ്രസെന്റ് ആസ് എബിലിറ്റി ടു ഡു തിങ്സ്, അതായത് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ ചെയ്യാനുള്ള ഒരാളുടെ കഴിവ്. അതോടൊപ്പം മേക്കിംഗ് ഡിസിഷൻ ബൈ ഹിംസെൽഫ് ഓർ യുവർ സെൽഫ്, നിങ്ങൾ തന്നെ അതിനു വേണ്ട തീരുമാനങ്ങൾ എടുക്കുക. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കും. മാത്രമല്ല നിങ്ങൾ തന്നെയാണ് ഈ സംഭവങ്ങൾ ചെയ്യാനുള്ള കഴിവ് സമാഹരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ആ കഴിവുകൾ ഉണ്ടാക്കേണ്ടത്. മാത്രമല്ല വിത്തൗട്ട് നീഡിങ് ദ അതർ ടു ഹെൽപ്പ് യു, മറ്റുള്ളവരെ യാതൊരു രീതിയിലും ഇടപെടുത്താനായിട്ട് പാടില്ല. നമ്മൾ തന്നെ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കുക. ദാറ്റ് ഈസ് എബിലിറ്റി ടു ഡു തിങ്സ്, ദെൻ മേക്കിംഗ് ഡിസിഷൻ. Then we move to the next point, balanced regional development. Balanced regional development എന്ന് പറഞ്ഞാൽ എന്താ, പ്രാദേശിക വികസനത്തിന്റെ അതായത് സമമായ രീതിയിൽ പ്രാദേശിക വികസനം ഉണ്ടാകുക. അപ്പൊ നേരത്തെ നമ്മൾ മനസ്സിലാക്കി എന്താണ് ഇന്നീക്വാളിറ്റി. Inequality represents as the gap between rich and the poor. In the same way, all regions or all places it considered as equal treat. എല്ലാ പ്രദേശങ്ങളെയും ഒരേ രീതിയിൽ കണക്കാക്കുക. നമുക്കറിയാം സമ്പദ് വ്യവസ്ഥയിലെ 2 രീതിയിലുള്ള പ്രദേശങ്ങൾ അല്ലെ 2 രീതിയിലുള്ള രാജ്യങ്ങൾ, 2 രീതിയിൽ ഇന്ത്യയിലാണെങ്കിൽ അതായത് നമുക്കറിയാം 2 രീതിയിലുള്ള സംസ്ഥാനങ്ങളാണ് നിലവിലുള്ളത്. ഒന്നുകിൽ ഇക്കണോമിക്കലി വെൽ ഓഫ് സ്റ്റേറ്റ്, ഇക്കണോമിക്കലി വെൽ ഓഫ് സ്റ്റേറ്റ്സ്, മറ്റു രീതിയിൽ പറഞ്ഞാൽ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് സ്റ്റേറ്റ്സ്. ഒരു വശത്ത് ഇക്കണോമിക്കലി വെൽ ഓഫ് സ്റ്റേറ്റും മറുവശത്ത് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് സ്റ്റേറ്റ്സും. അപ്പൊ നമുക്ക് നോക്കണം ആരാണ് ഇക്കണോമിക്കലി വെൽ ഓഫ് സ്റ്റേറ്റ്, ആരാണ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് സ്റ്റേറ്റ്. നമ്മൾ എങ്ങനെയാണ് അവരെ മനസ്സിലാക്കുക?
ഇക്കണോമിക്കലി വെൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന, അതായത് പ്രകൃതി വിഭവങ്ങളാലും അതുപോലെ തന്നെ സാങ്കേതികത്വത്താലും വരുമാനം കൊണ്ടും നല്ല നിലവാരം പുലർത്തുന്ന നല്ല സ്റ്റേറ്റുകളെ നമ്മൾ എന്ത് വിളിക്കുക? ഇക്കണോമിക്കലി വെൽ ഓഫ് സ്റ്റേറ്റ്. അതായത് സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. ഇനി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾ കണ്ടോ, അവർക്ക് എന്താണ്? അതായത് ഇത്തരത്തിലുള്ള പ്രകൃതി വസ്തുക്കൾ കുറവുണ്ടായിരിക്കാം, സാമ്പത്തികമായിട്ട് വരുമാനമില്ലാത്ത ചില, ഇപ്പൊ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾ, ഇവയൊക്കെ എങ്ങനെയാണ്? സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. ഇവരെങ്ങനെയാണ്? അപ്പം ഇന്ത്യ ഗവൺമെന്റിന്റെ അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ നമ്മുടെ സർക്കാരിന്റെ ഡ്യൂട്ടിയാണ് എന്ത്? ഇക്കണോമിക്കലി വെൽ ഓഫ് സ്റ്റേറ്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? അതായത് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് സ്റ്റേറ്റിലോട്ട് കൊടുക്കുക. അപ്പൊ നമുക്കറിയാം, മുന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് സർക്കാരിന്റെ സാമ്പത്തിക സഹായം അധികം ആവശ്യമില്ലാത്തതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇല്ലാത്തവർക്ക് വേണ്ടി ഇക്കണോമിക്കലി ബാക്ക്വേർഡ് സ്റ്റേറ്റുകൾക്ക് സർക്കാർ കൂടുതലായിട്ട് കൺസേൺ അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് പരിഗണിക്കുക. ദാറ്റ് ഈസ് സിംപ്ലി ദ ട്രാൻസ്ഫർ ഓഫ് resources from economically well off state to economically backward state. അല്ലെങ്കിൽ സർക്കാർ തന്നെ എന്ത് വേണം? അതിലൂടെ ഇടപെടേണ്ടത് അതായത് ഉള്ളവരിൽ നിന്നും ഇല്ലാത്തവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് നോക്കണം. അത് ഉള്ളവരിൽ നിന്ന് എന്താ ചെയ്യണത്? അവിടെ നമുക്കറിയാം പ്രകൃതി വിഭവങ്ങളെ കൊണ്ടും വരുമാനം കൊണ്ടും ഉന്നതമായിട്ട് നിൽക്കുന്നു. അപ്പൊ അവരിൽ നിന്നും സർക്കാർ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് ടാക്സ് അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളൊക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ സർക്കാർ പല വിധത്തിലുള്ള സഹായങ്ങൾ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് സ്റ്റേറ്റിന് കൊടുക്കുക, അർഹതയുള്ളവർക്ക് കൊടുക്കുക. കണ്ടോ, നീഡിയ സ്റ്റേറ്റുകൾ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുക, പ്രിവിലേജ് കൊടുക്കുക. മറ്റുള്ളവരെ പതുക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കുക. അവർ ഓൾറെഡി ഡെവലപ്ഡ് ആണ്. അപ്പൊ ഡെവലപ്ഡ് സ്റ്റേറ്റിനെ മൈൻഡ് ചെയ്യാതെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുക. ദസ് ഇറ്റ് കറക്റ്റ് റീജിയണൽ ഇൻഇക്വാളിറ്റി ഓർ ടു അച്ചീവ് ബാലൻസ് റീജിയൻ. ഇനി നെക്സ്റ്റ് സിക്സ്ത് പോയിന്റ് ഈസ് ദാറ്റ് ദീസ് social and economic objectives pursued in the framework of constitutional democracy. That is, അഞ്ചോളം പോയിന്റുകൾ നമ്മൾ വിലയിരുത്തി. They are generally known as social and economic objectives. These social and economic objectives are pursued. That is, pursued in the framework of constitutional democracy. Constitution എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണം കേട്ടോ. അതായത് ഭരണപക്ഷം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരിക്കുന്നതിനെയാണ് നമ്മളത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അപ്പം ഡെമോക്രസി കൈവരിക്കാനായിട്ട് കേട്ടോ, ഡെമോക്രസി എന്ന ഫ്രെയിംവർക്ക് കൈവരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണു? കുറെ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ് കൊണ്ടുവരുന്നു. സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഒബ്ജക്റ്റീവ് എന്നാണ് ഈ പറഞ്ഞ റീജിയണൽ ഇൻഇക്വാളിറ്റി ഇല്ലാതാക്കുക, ഇക്കണോമിക് ഇൻഇക്വാളിറ്റി അവോയ്ഡ് ചെയ്യുക, റേറ്റ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് കേട്ടോ. ഇതൊക്കെ നമ്മൾ നടപ്പിലാക്കാനായിട്ട് ഇതാണ് ഡെമോക്രസി എന്ന ഫ്രെയിംവർക്കിലൂടെ നമ്മൾ കൊണ്ടുവരികയാണ്. ഇത്തരത്തിലുള്ള 6 പ്രധാന ലക്ഷ്യങ്ങളാണ് നമ്മളിവിടെ ഉന്നയിക്കുന്നത്. അതായത് 6 പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്ന്, റീജിയണൽ ഇൻഇക്വാളിറ്റി ഇല്ലാതാക്കുക, ഇൻകം ഇൻഇക്വാളിറ്റി ഇല്ലാതാക്കുക, ഹൈ റേറ്റ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരിക, പബ്ലിക് സെക്ടറിന് കൂടുതലായിട്ട് പ്രാധാന്യം നൽകുക. ദെൻ ലാസ്റ്റ് ഈസ് ദാറ്റ് ഹിയർ ദർ ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയിൽ കൂടെ സോഷ്യൽ ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ് കൈവരിക്കുക. ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇക്കണോമിക് പോളിസി. ഹലോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഇടുക. അതായത് എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണം, മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇനി മിസ് മലയാളത്തിൽ പറഞ്ഞു തരേണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഇനി ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതാത് ദിവസങ്ങളെ ക്ലാസ് എടുത്തതിൻ്റെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്.